ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും അൽ ഖറാഖ് എന്ന പുരാതനമായ കോട്ട ലക്ഷ്യമാക്കി ഞാൻ സഞ്ചാരം തുടരുകയാണ്. വെയിൽ കത്തുന്ന ജോർദാനിയൻ മരുഭൂമിയിലൂടെയാണ് യാത്ര. ഇരുവശത്തും മണൽക്കാടിന്റെ വെള്ള നിറം മാത്രം. ഇടയ്ക്ക് പ്രാദേശിക ഭരണവുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങളോ ചെറു ഹോസ്പിറ്റലുകളോ എല്ലാം കാണാം. ഇംഗ്ലീഷ് അറിയുന്ന ഹാബിസ് എന്ന ഈ ഡ്രൈവറാണ് എനിക്ക് ഇടയ്ക്കിടെ ചില വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇവിടെ ഒലിവ് തോട്ടങ്ങൾക്കപ്പുറം ഒരു കെട്ടിടം കാണാം. അമ്മാനിലെ ഒരു ജയിലാണത്. ഈ മരുഭൂമിയിൽ തടവിൽ കഴിയുന്നവരുടെ ഗതിയോർത്തുകൊണ്ട് യാത്ര തുടരുകയാണ്. കുറച്ചു ദൂരം കൂടി ചെല്ലുന്നതോടെ അൽ ഖത്രാന എന്ന പ്രദേശത്തേക്ക് എത്തുന്നു. ഇവിടെ മരുഭൂമിയിൽ കുറെ നീളൻ കെട്ടിടങ്ങൾ കാണാം. കോഴി ഫാമുകളാണ് അതെല്ലാം. സാധാരണ ചിക്കൻ മുതൽ ടർക്കി കോഴികളെ വരെ വളർത്തുന്ന ഫാമുകൾ. മരുഭൂമിയുടെ ഊഷരഭാവമാണ് കാഴ്ചയിലെങ്ങും. വഴിയോരത്ത് ഇത്തരം ചില കെട്ടിടങ്ങളുമുണ്ട്. നൂറ്റാണ്ടുകൾ മുൻപത്തെ കാവൽ മാടങ്ങളോ കസ്റ്റംസ് ഓഫീസുകളോ ആയിരുന്നിരിക്കാം. വീണ്ടും ചെറിയൊരു ഗ്രാമം. ഒരു മോസ്കും ഏതാനും കച്ചവട സ്ഥാപനങ്ങളുമാണ് ഇത്തരം ഗ്രാമങ്ങളിലുള്ളത്. ഹൈവേയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള പെട്രോൾ പമ്പുകൾ, ഡ്രൈവർമാരെ ലക്ഷ്യമിടുന്ന ചെറിയ റെസ്റ്റോറന്റുകൾ. അത് കടക്കുന്നതോടെ പിന്നെയും കൃഷിയിടങ്ങൾ. ഒലിവും ഉരുളക്കിഴങ്ങുമൊക്കെയാണ് ഈ മേഖലയിലെ പ്രധാന കൃഷി. ഉള്ളി, തക്കാളി, ക്യാരറ്റ് തുടങ്ങിയവയും ഈ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ജോർദാന് വ്യാവസായികമായ അടിത്തറ നൽകിയിരിക്കുന്നത് ഈ മരുഭൂമി തന്നെയാണെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. മരുഭൂമിയിലെ ഇത്തരം പച്ചത്തുരുത്തുകൾ ആശ്വാസകരമായ ഒരു കാഴ്ച തന്നെ. ഹൈവേയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മറ്റൊരു പാതയിലൂടെയാണ് ഇപ്പോൾ യാത്ര. അൽ ഖറാഖിലേക്കുള്ള പാതയാണിത്. ഇവിടെ വലിയൊരു വൈദ്യുതി നിലയം കാണാം. കൊറിയ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ അഥവാ കെപ്കോ 2012 ആരംഭിച്ച പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന പവർ പ്ലാന്റാണ് ഇത്. ജോർദാനിലെ രണ്ടാമത്തെ വലിയ ആ പവർ പ്ലാന്റിൽ നിന്നും മരുഭൂമിയിലൂടെ വൈദ്യുതി കമ്പികൾ നീണ്ടുകിടക്കുന്നു. പെട്ര ഉൾപ്പെടെ ജോർദാന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് കെപ്കോയുടേത്. 2035 വരെ ഈ മേഖലയിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിനുള്ള കരാർ നേടിയെടുത്ത കെപ്കോ 373 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടുത്തെ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന മണൽക്കാട്. അതിനിടെ ഇങ്ങനെ കുറെ നീളൻ കെട്ടിടങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷമാവുന്നു. പൗൾട്രി ഫാമുകൾ തന്നെയാണ് എല്ലാം. പൊതുമേഖലയിലും സ്വകാര്യ ഉടമസ്ഥതയിലും ജോർദാനിൽ പൗൾട്രി ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2400ഓളം ഫാമുകളാണ് ജോർദാന്റെ മരുഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിലുള്ള ജലം മതിയെന്നതിനാൽ ഇവിടെ കൂടുതൽ ലാഭകരവുമാണ് കോഴിക്കൃഷി. ഗ്ലാസ് ഉൽപാദനത്തിനുള്ള മണൽ, ഫോസ്ഫേറ്റ്, പാത്രനിർമ്മാണത്തിനുള്ള കളിമണ്ണ്, ജിപ്സം, സിമന്റ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നിവയെല്ലാം ജോർദാന്റെ ഈ മരുഭൂമിയിലുണ്ട്. അദീർ എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രീ സോണുണ്ട്. കയറ്റുമതി വ്യവസായത്തെയും ഇന്റർനാഷണൽ ട്രേഡ് എക്സ്ചേഞ്ചിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക നിയമപരിരക്ഷകളോടെ നിലനിർത്തുന്ന വ്യാവസായിക മേഖല. ബദുക്കളുടെ കൂടാരങ്ങൾ പലയിടത്തും കാണാം. സഹൂം എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഖറാഖ് പട്ടണത്തിന് അടുത്തുള്ള ഒരു ഗ്രാമമാണ് സഹൂം. ഒരു മോസ്കും ഏതാനും വിദ്യാലയങ്ങളും ഒരു വലിയ ആശുപത്രിയുമൊക്കെ സഹൂമിലുണ്ട്. ആഭ്യന്തര ടൂറിസം രംഗത്ത് വളർന്നുവരുന്ന ഒരു ഗ്രാമം കൂടിയാണ് സഹൂം. ഇത്തരം ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടെന്നതാണ് ജോർദാന്റെ പ്രത്യേകത. വോട്ടിങ്ങിലൂടെ ജനം തെരഞ്ഞെടുക്കുന്ന കൗൺസിലുകൾക്കാണ് ജോർദാനിലെ വലിയ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഭരണ ചുമതല. മാർക്കറ്റുകളുടെ പ്രവർത്തനം, ക്രമസമാധാനം, ശുചിത്വം എന്നിവയിലൊക്കെ കേന്ദ്ര ഭരണകൂടത്തോടൊപ്പം ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളും പങ്കാളികളാവുന്നു. വളരെ ശക്തമായ ഒരു തദ്ദേശ ഭരണ സംവിധാനമാണ് ജോർദാനിലുള്ളത്. കാർ അൽ ഖറാഖിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടണത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം ഭംഗിയും സൗകര്യവുമുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുണ്ട്.
താഴ്വാരത്തേക്കിറങ്ങി അടുത്ത മല കയറുക എന്നതിനു പകരം ഒരു മലയിൽ നിന്ന് അടുത്തതിലേക്ക് ഒരു പാലം പണിയുക എന്ന പ്രായോഗികതയാണ് ഇവർ നടപ്പിലാക്കിയിരിക്കുന്നത്. പല മലകളിലായി പടർന്നു കിടക്കുന്ന പട്ടണമാണ് അൽ ഖറാഖ്. ധാരാളം ബെദൂയിൻ ഗ്രാമങ്ങൾ ജോർദാനിലുണ്ട്. മുക്താർ എന്നറിയപ്പെടുന്ന ഗ്രാമമുഖ്യനാണ് അവിടെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഗവർണറേറ്റിൽ നിന്നും ആരംഭിക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലെ ഘടകമാണ് മുക്താറുകൾ ഭരിക്കുന്ന ഗ്രാമങ്ങൾ. അൽ ഖറാഖ് നഗരത്തിൽ ട്രാഫിക് സിഗ്നലിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ജോർദാന്റെ യുവത്വത്തെ കാണാം. പുതുതലമുറയിലെ പെൺകുട്ടികളൊക്കെ പരിഷ്കാരികളാണ്. മോഡേൺ വസ്ത്രം ധരിക്കുന്നവർ. തലയിലിട്ട തട്ടം മാത്രമാണ് പാരമ്പര്യത്തിന്റെ ചിഹ്നമായുള്ളത്. അതും ആധുനിക കാലത്തെ ഒരു അലങ്കാരമായിരിക്കുന്നു. പാശ്ചാത്യരെ വെല്ലുന്ന മോഡേൺ വസ്ത്രങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ധരിക്കുന്നത്. പർദ്ദയിട്ട് നടക്കുന്ന സ്ത്രീകളെ ജോർദാനിൽ അധികം കാണുന്നില്ല. കാർ ഖറാഖ് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ വാഹനത്തിരക്ക്. മധ്യാഹ്ന പ്രാർത്ഥനയുടെ ബാങ്ക് വിളി മുഴങ്ങുന്നു. ഒരു മല ഇറങ്ങിച്ചെല്ലുമ്പോൾ തൊട്ടപ്പുറം മറ്റൊരു മല കാണാം. അതിന്റെ ഇടതുവശത്ത് ഒരു കോട്ട. അതാണ് ഖറാഖ് കാസിൽ. കുന്നിനെ ചുറ്റി പഴയ കോട്ടമതിൽ കടന്നുപോകുന്നു. ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകത തന്നെയാണ് ഭരണാധികാരികളെ പണ്ട് അവിടെ ഒരു കോട്ട പണിയാൻ പ്രേരിപ്പിച്ചത്. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം. ഏറെ ദൂരത്തുനിന്ന് പോലും ശത്രുസൈന്യം വരുന്നത് കോട്ടയിൽ നിന്ന് കാണാം. മലയുടെ മുകൾ തട്ടിലാകെ വ്യാപിച്ചു കിടക്കുകയാണ് ഖറാഖ് കാസിൽ. 1140 യൂറോപ്യൻ കുരിശുയുദ്ധക്കാർ പണിത കോട്ടയാണത്. പാഗൻ ദ ബട്ട്ലർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ പ്രഭു കുരിശുയുദ്ധക്കാർ ജെറുസലേം ആസ്ഥാനമാക്കി സ്ഥാപിച്ച ലത്തീൻ രാജ്യത്തിന്റെ പ്രതിനിധിയായി ഇവിടെ ഇരുന്നാണ് ഖറാഖ് കാസിലിനു ചുറ്റുമുള്ള വലിയൊരു ദേശം ഭരിച്ചിരുന്നത്. ചരിത്രത്തിലെ യുദ്ധനായകന്മാരായിരുന്ന സലാദീനും ഇബ്രാഹിം പാഷയുമൊക്കെ ഈ കാസിൽ പിടിക്കാനായി നാടുകൾ താണ്ടിയെത്തിയവരാണ്. മാംലൂക്കുകൾ, ഒട്ടോമൻ തുർക്കികൾ, ബ്രിട്ടീഷുകാർ. ഖറാഖ് കോട്ടയിലിരുന്ന് നാടു ഭരിച്ചവർ അങ്ങനെ പലരുണ്ട്. ഖറാഖ് കാസിലിനെ വിശദമായി ക്യാമറയിലാക്കണം. ഈ മലയിറങ്ങി താഴ്വാരത്തെത്തി അടുത്ത മല കയറി വേണം കാസിലെത്താൻ. ഖറാഖ് നഗരത്തിന്റെ പഴയ ഭാഗങ്ങൾ മുഴുവനും കോട്ട നിൽക്കുന്ന മലയിലാണ്. ഖറാഖിന്റെ പുതിയ ഭാഗങ്ങൾ കടന്നാണ് കാർ ഈ മലയുടെ അടിവാരത്തേക്ക് എത്തിയിരിക്കുന്നത്. ബൈബിളിൽ പറയുന്ന മൊവാബ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഖറാഖ്. BC 9-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. നബാത്തിയന്മാരും റോമാക്കാരും ബൈസന്റൈൻമാരും മാംലൂക്കുകളും കുരിശുയുദ്ധക്കാരും ഒട്ടോമൻ തുർക്കികളും ബ്രിട്ടീഷുകാരും ഇവിടം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്നു എന്നറിയുമ്പോൾ ഖറാഖിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. അമ്മാൻ പോലെ പല മലകളിലായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് അൽ ഖറാഖ്. ഖറാഖ് കാസിലിന്റെ പ്രധാന ഗേറ്റിലേക്കാണ് ഹാബിസ് കാർ വിടുന്നത്. പഴയ നഗരത്തിലേക്കെത്തുമ്പോൾ പാതകൾ വിജനമാണ്. കത്തുന്ന വെയിൽ ചൂട് തന്നെയാവാം കാരണം. 35 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. 89,000 ഇവിടുത്തെ ജനസംഖ്യ. ഇതൊക്കെ അൽ ഖറാഖ് നഗരത്തിന്റെ പഴയ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ നല്ല പാതയും പുതിയ കെട്ടിടങ്ങളുമൊക്കെയാണ് കാഴ്ചയിൽ. അൽ ഖറാഖ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ടുകൂടിയുണ്ടായ മാറ്റമാണ്. ജോർദാന്റെ ഖറാഖ് ഗവർണറേറ്റിന്റെ തലസ്ഥാനമാണ് ഈ പട്ടണം. കുരിശുയുദ്ധക്കാർക്കും മാംലൂക്കുകൾക്കും ശേഷം അൽ ഖറാഖിലെ ജനങ്ങളിൽ ഒരു വിഭാഗം ഈ നഗരം ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ തുർക്കികളുടെ കാലത്താണ് 20,000 ജനസംഖ്യയുള്ള പട്ടണമായി അൽ ഖറാഖ് വളർന്നത്. തെരുവിന്റെ ഒരു ഭാഗത്ത് ഹാബിസ് കാർ കൊണ്ടുചെന്ന് നിർത്തി. ഏതാനും റെസ്റ്റോറന്റുകളൊക്കെയുള്ള ഒരു ഭാഗമാണിത്. ഈ തെരുവിന്റെ അങ്ങേയറ്റത്താണ് കാസിലിന്റെ കവാടം. കുറെ സുവനീറുകൾ പാതയോരത്ത് നിരത്തിവെച്ചിരിക്കുന്നു. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നില്ലെന്ന് മാത്രം. കാസിലിനു ചുറ്റും ഒരു കിടങ്ങുണ്ട്. അതിന് കുറുകെയുള്ള മരപ്പാലം കടന്നു വേണം കാസിലിലേക്ക് കടക്കാൻ. ഒരു ജോർദാനിയൻ ദിനാറാണ് എൻട്രൻസ് ഫീസ്. കിടങ്ങിന് കുറുകെയുള്ള പാലത്തിൽ നിന്നാൽ മലകളിലും താഴ്വരകളിലുമായി പരന്നു കിടക്കുന്ന അൽ ഖറാഖിന്റെ വിശാലത കാണാം. കുറച്ച് കൃഷിയിടങ്ങൾ, കുന്നുകളിലൂടെ ഹെയർപിൻ വളവുകളുമായി പാത. ചാവുകടലിന്റെ തീരം വരെ നീണ്ടുകിടക്കുന്ന പാതയാണത്. ഒലിവ് തോട്ടങ്ങൾ, ഗ്രീൻ ഹൗസുകൾ,
അതിനരികെ ജലസംഭരണികൾ. വരണ്ട ഭൂമിയിലൂടെ കറുത്ത ഒരു നാഗത്തെപ്പോലെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാത. ചാവുകടൽ തീരത്തുനിന്നും അൽഖരാക്കിലേക്കുള്ള ഹൈവേ. കിടങ്ങിന് കുറുകെ മറ്റൊരു പാലം കൂടിയുണ്ട്. 1000 വർഷങ്ങളുടെ പഴക്കവുമായി നിൽക്കുകയാണ് കൂറ്റൻ കോട്ട. കുരിശുയുദ്ധക്കാരുടെ നിർമ്മിതിയാണ്. പിന്നീട് വന്ന പലരും കോട്ടയെ ബലപ്പെടുത്തിയെങ്കിലും ഇതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കുരിശുയുദ്ധക്കാർ പണിതു തന്നെ. കോട്ടയുടെ വടക്കേ അതിരാണിത്. ഇവിടെ പുതിയ കാലത്തെ ഒരു ഇരുമ്പ് ഗേറ്റുണ്ട്. ഗേറ്റിനടുത്ത് ടിക്കറ്റ് വാങ്ങാൻ ഒരു തൊപ്പിക്കാരനിരിക്കുന്നു. ടിക്കറ്റ് അയാൾക്ക് പരിശോധനയ്ക്ക് നൽകി ഞാൻ കാസിലിനകത്തേക്ക് കയറി. അതിബൃഹത്തായ ഒരു കാസിൽ. കോട്ടയിൽ എവിടെ നിന്ന് നോക്കിയാലും താഴ്വാര കാഴ്ചയാണ്. ഏത് ഭാഗത്തു നിന്നുമുള്ള ശത്രുക്കളുടെ വരവ് കോട്ടയിൽ നിന്ന് വ്യക്തമായി കാണാനാവും. കാസിലിന്റെ കുറച്ചു ഭാഗങ്ങളൊക്കെ അടുത്ത കാലത്ത് ഒന്ന് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. ഇതൊരു സംരക്ഷിത ആർക്കിയോളജിക്കൽ സൈറ്റും ടൂറിസ്റ്റ് കേന്ദ്രവുമായതിനു ശേഷമുള്ള നവീകരണമാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മലയുടെ ഏറ്റവും മുകളിലാണ് കാസിലിന്റെ പ്രധാന ഭാഗങ്ങൾ. പക്ഷേ ആദ്യം താഴെയുള്ള കാഴ്ചകൾ പകർത്തിയ ശേഷമാകാം മുകളിലേക്ക് പോകുന്നതെന്ന് തീരുമാനിച്ച് ഞാൻ പടവുകൾ ഇറങ്ങുകയാണ്. ലോവർ കോട്ട് എന്ന് ഗവേഷകർ പേരു നൽകിയിരിക്കുന്ന ഭാഗമാണിത്. മാംലൂക്കുകൾ നിർമ്മിച്ചതാണ് ഇതൊക്കെ. മതിലിനോട് ചേർന്ന് കാണുന്ന കമാനം പോലുള്ള നിർമ്മിതികൾ കാവൽപ്പുരയും ആയുധം സംഭരിച്ചു വെക്കുന്ന സ്ഥലവുമൊക്കെയായിരുന്നു. കോട്ടയുടെ മുകളിൽ അപൂർവമായി മാത്രമേ സന്ദർശകരുള്ളൂ. സാൻഡ്സ്റ്റോണിന്റെ ഒരു മഹാസമുച്ചയം. ചില പൊത്തുകളിൽ മേശയും കസേരയും ഇട്ടിട്ടുണ്ട്. അതിൽ നാട്ടുകാരായ സന്ദർശകർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു. ഇതാണ് അത്തരമൊരു പൊത്ത്. ഞാൻ അതിനകത്തേക്ക് നടന്നു. പൊത്തിന്റെ ഏറ്റവും ഉൾഭാഗത്ത് ഒരാൾക്ക് സൗകര്യപ്രദമായി നിൽക്കാം. നടുഭാഗത്തെ ചെറിയ വിടവിലൂടെ വിശാലമായ താഴ്വര കാണുകയും ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ഹൗസും കൃഷിയിടങ്ങളുമൊക്കെയാണ് അവിടുത്തെ കാഴ്ച. ഇതാണ് കാസിലിലെ ലോവർ കോട്ട് എന്ന ഭാഗം. കുരിശുയുദ്ധക്കാർക്ക് ശേഷമെത്തിയ മാംലൂക്കുകൾ പണിത ഭാഗമാണിത്. ഈ ഭാഗത്ത് കോട്ടമതിലിനോട് ചേർന്ന് മാംലൂക്കുകൾ നിർമ്മിച്ച ഏതാനും ടവറുകളുണ്ട്. ഇതിനുള്ളിലൂടെ മുകൾ ഭാഗം വരെ കയറിപ്പോകാം. ആയുധ സംഭരണവും കാവലും തന്നെയായിരുന്നു സൈഡ് ടവറുകളുടെയും ദൗത്യം. ലോവർ കോട്ടിൽ നിന്നും ഞാൻ പടവുകൾ കയറി തുടങ്ങി. ഈ കോട്ടയുടെ നിർമ്മാണത്തിന് കാരണക്കാരനായ പാഗൻ എന്ന യൂറോപ്പിനെക്കുറിച്ചാണ് എന്റെ ചിന്ത. വീരപരാക്രമിയായ കുരിശുയുദ്ധക്കാരനായിരുന്നു പാഗൻ. കുരിശുയുദ്ധത്തെ തുടർന്ന് സ്ഥാപിതമായ ജെറുസലേം രാജ്യത്ത് ഓഫീസർമാരെ പല സ്ഥാനപ്പേരുകളിൽ നിയോഗിച്ചിരുന്നു. അതിൽ രാജ്യത്തിന്റെ മുന്തിരിത്തോപ്പുകളുടെയും ഭക്ഷ്യശേഖരത്തിന്റെയും ചുമതലക്കാരനായിരുന്നു ബട്ട്ലർമാർ. ജെറുസലേം രാജാവായിരുന്ന ബാൾഡിൻ രണ്ടാമന്റെ ബട്ട്ലറായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പാഗൻ പിന്നീട് ഫൾക്ക് എന്ന ജെറുസലേം രാജാവിന്റെയും വിശ്വസ്തനായി. ഫൾക്ക് രാജാവ് പാഗനെ ഔൾട്ടർ ജോർദാൻ എന്ന ഭൂപ്രദേശത്തിന്റെ ഭരണാധിപനായി നിയമിച്ചു. മോൺട്രീൽ എന്ന സ്ഥലത്തെ കോട്ടയിലിരുന്ന് ജെറുസലേം രാജാവിനു വേണ്ടി ജോർദാൻ മേഖല ഭരിച്ച പാഗൻ കരാക്കിലെ ഈ കോട്ടയുടെ പണി തുടങ്ങുകയും ചെയ്തു. കോട്ടയുടെ പണി പൂർത്തിയാവും മുൻപേ 1148 പാഗൻ അന്തരിക്കുകയാണ് ഉണ്ടായത്. കരാക്ക് കാസിലിൽ ദുരൂഹമായ ധാരാളം ഗുഹകളും ഇടനാഴികളുമൊക്കെ ഉണ്ടെന്നാണ് വായിച്ചറിവ്. അതിനകം മുഴുവൻ നിരവധിയായ ഗുഹകളും ടണലുകളുമൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗുഹയുടെ അരികിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു പൊത്തിലൂടെ ഞാൻ അകത്തുകയറി. കോട്ടയുടെ യഥാർത്ഥ വാതിലല്ല ഇത്. പ്രാകൃതമായ രീതിയിൽ കമാനാകൃതിയിലുള്ള ഒരു ടണൽ. ഒരു ഭാഗത്തെ ചെറിയ ജാലകപ്പൊത്തിലൂടെ കടന്നുവരുന്ന വെളിച്ചത്തിൽ ഗുഹയുടെ ആകൃതി വ്യക്തമാകുന്നു. ഇത്തരം നിരവധി ഗുഹകളുണ്ട് ഈ കാസിലിൽ. പാഗന് ശേഷം ഔൾട്ടർ ജോർദാന്റെ ഭരണം ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ മരുമകനായിരുന്ന മൗറീസ് ആയിരുന്നു. അദ്ദേഹവും കാസിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു. ഇസ്ലാമിക ഭരണാധികാരികളെ തുരത്തി ലത്തീൻ ഭരണം സ്ഥാപിച്ച ജെറുസലേം ഭരണാധികാരികൾ ഏതു നിമിഷവും തിരിച്ചടികൾ പ്രതീക്ഷിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ തങ്ങളുടെ അധീന പ്രദേശങ്ങളിലെല്ലാം ശക്തമായ കോട്ടകളും അതിൽ ആയുധശേഖരവും സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിച്ചു. ദമാസ്കസിൽ നിന്നും ഈജിപ്തിലേക്കുള്ള വ്യാപാരപാതയുടെ സംരക്ഷണത്തിനുള്ള തന്ത്രപ്രധാനമായ സ്ഥാനമെന്ന നിലയിൽ ഈ കോട്ട അന്നേ പ്രാധാന്യമാർന്നതായിരുന്നു. ചരിത്രമോർത്തുകൊണ്ട് നടന്നെത്തിയത് മറ്റൊരു ഗുഹയിലേക്കാണ്. അതിലേക്കിറങ്ങാൻ കൽപ്പടവുകൾ. എങ്ങും ആളനക്കമില്ല. ഞാൻ ഏതായാലും ധൈര്യം സംഭരിച്ച് അതിലേക്കിറങ്ങി. സർവസജ്ജമായ ഒരു ടണൽ ശൃംഖലയാണ് ഈ കോട്ടയിലുള്ളത്. ഇത്തരത്തിലുള്ള ഓരോ ഗുഹയുടെയും 2 വശങ്ങളിലേക്കും ധാരാളം മുറികളുണ്ട്. കിലോമീറ്ററുകളോളം നീളമുള്ളതാണ് കരാക്കാസിലെ ഗുഹാശൃംഖല. ചില പൊത്തുകളുടെ അറ്റത്തുകൂടി സന്ദർശകർ ആയാസപ്പെട്ട് കടന്നു പോകുന്നത് കാണാം. ഗുഹകളിലേക്ക് പ്രകാശവും ശുദ്ധവായുവും കടന്നെത്തുന്നതിന് ഇടയ്ക്ക് മേൽക്കൂരയിൽ ചില ദ്വാരങ്ങളിട്ടിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ്. തന്ത്രപരവും സുരക്ഷാപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യം കരാക്കാസിലെ ടണൽ വഴികൾക്കുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഭൂകമ്പമുണ്ടായാൽ കോട്ട തകർന്നടിയാതിരിക്കുകയാണ് അതിലെ ഒരു പ്രധാന കാര്യം. ഗുഹാവഴികൾ പെട്ടെന്ന് തടസ്സപ്പെടുത്താനാവുമെന്നതിനാൽ ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിൽ കടന്നാലും മുകളിലേക്കുള്ള അവരുടെ നീക്കം പ്രതിരോധിക്കാം എന്നതായിരുന്നു സുരക്ഷാപരമായ പ്രാധാന്യം. ആയുധം, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നതിനും സൈനികരുടെ താമസത്തിനും ഈ ഗുഹാമുറികൾ ഉപയോഗിച്ചിരുന്നു. പല ഭാഗങ്ങളിലേക്ക് നീണ്ടുകിടക്കുകയാണ് ഗുഹാശൃംഖല. അവയിൽ നിന്നും ചെറുശാഖകളായി പിരിയുന്ന മറ്റു ഗുഹകൾ. ഇത്തരത്തിൽ തുരങ്കങ്ങളാണെങ്കിലും കാസിലിനുള്ളിൽ എല്ലായിടത്തും പകൽ വെളിച്ചം എത്തുന്നുണ്ടെന്നതാണ് പ്രധാന കാര്യം. കാസിലിന്റെ ഡിസൈനിങ്ങിലെ പ്രത്യേകത കൊണ്ടാണത്. ക്രൂസൈഡർ ആർക്കിടെക്ചറിന്റെ ഒരു സവിശേഷ മാതൃകയായാണ് കരാക്കാസിൽ ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. ടണലിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ പല നിലകളിലായി വ്യാപിച്ചു നിൽക്കുന്ന കാസിലിന്റെ വൈപുല്യം കാണാം. 4ഉം 5ഉം നിലകളുള്ള കെട്ടിടങ്ങൾ. പലതും തകർന്നു പോയിരിക്കുന്നു. ഒരു മറവ് കടന്നെത്തുമ്പോൾ ഏതാനും സന്ദർശകർ കടന്നു വരുന്നത് കാണാം. നിരവധി ഏക്കറുകളിൽ പരന്നു കിടക്കുന്നതിനാൽ കാസിലിനുള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴും തനിച്ചാണെന്ന് തോന്നും. എന്നെപ്പോലെ വേറെയും സഞ്ചാരികൾ ഇതിനുള്ളിൽ പലയിടങ്ങളിലൂടെ നടക്കുന്നുണ്ടാവാം. ഇക്കാണുന്നത് കാസിലിന്റെ വടക്കേ ഭാഗമാണ്. അതേവിധം തന്നെയുള്ള നിർമ്മിതികൾ തെക്കേയറ്റത്തും കാണാം. അക്കാണുന്നതാണ് തെക്കേയറ്റം. മാംലൂക്ക് കീപ്പ് എന്നറിയപ്പെടുന്ന കെട്ടിടമാണ് പല കമാനങ്ങളോടെ അക്കാണുന്നത്. അതിനു താഴെ പണ്ടൊരു മാംലൂക്ക് കൊട്ടാരമുണ്ടായിരുന്നു. കുരിശുയുദ്ധക്കാർ 1140കളിൽ നിർമ്മിച്ച ഭാഗത്ത് കൂട്ടിച്ചേർക്കലുകൾ നടത്തി മാംലൂക്കുകൾ പണിത സൈനിക കേന്ദ്രമാണ് മാംലൂക്ക് കീപ്പ്. കോട്ടയുടെ പരിസരം തീർത്തും വിജനമാണ്. വെയിലിൽ ചുട്ടുപഴുത്തു കിടക്കുകയാണ് കൽപ്പടിക്കെട്ടുകൾ. ഇനി കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് പോകണം. താഴെ മലനിരകളുടെ കാഴ്ച, കൃഷിയിടങ്ങൾ, മലഞ്ചെരിവുകളിൽ ചെറുഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങൾക്കും പിന്നിലുള്ള മലനിരകൾ കടന്നാണ് കരാക്കാസിലിനെ ആക്രമിക്കാൻ പടയാളികൾ എത്തിയിരുന്നത്. ഇതാണ് മാംലൂക്ക് കീപ്പ്. നേരത്തെ കണ്ടതുപോലെ ഉള്ളിൽ ഗുഹാവഴികളോടുകൂടിയ കെട്ടിടമാണ് ഇതും. മുകൾ നിലയിൽ നിന്നും ചില സന്ദർശകർ ശ്രമപ്പെട്ട് പടവുകൾ ഇറങ്ങുന്നതൊക്കെ കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപെങ്ങോ കല്ലുകൾ അടർന്നു വീണ് വഴികൾ തടസ്സപ്പെട്ടതിനാൽ മാംലൂക്ക് കീപ്പിന്റെ ഉൾഭാഗത്തേക്കെങ്ങും പോകാനാവില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോഴും താഴ്വാരം കാണാം. മലകൾക്കിടയിലൂടെ വളഞ്ഞു പോകുന്ന ഹൈവേകൾ. മലമുകളിലേക്ക് കയറിപ്പോകുന്ന ആ വഴിയിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്നും വന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് താഴേക്ക് പോകുന്നതാണ് ചാവുകടലിന്റെ തീരം വരെ നീണ്ടുകിടക്കുന്ന പാത. 1000 വർഷം മുൻപ് തന്നെ ഈ വഴികളൊക്കെ സജീവമായിരുന്നു. അന്ന് മൺപാതകളിലൂടെ ഒട്ടകപ്പുറത്തും കാൽനടയായുമാണ് ആളുകൾ സഞ്ചരിച്ചിരുന്നതെന്നു മാത്രം. കാസിലിനോട് തൊട്ടുകിടക്കുന്ന ഈ പാതയിലൂടെയാണ് മെയിൻ റോഡിൽ നിന്നും കരാക്കാസിലിന്റെ ഗേറ്റിലേക്ക് ഞാൻ കയറി വന്നത്. അതിന്റെ താഴെയുള്ള റോഡ് നഗരത്തിന്റെ ഒരു ഭാഗത്തേക്കും ഏറ്റവും താഴെയുള്ളത് ചാവുകടൽ തീരത്തേക്കും പോകുന്നു. ആധുനിക ഫ്ളാറ്റ് സമുച്ചയങ്ങളും അപ്പാർട്ട്മെന്റുകളും അൽഖരാക്കിന്റെ മലനിരകളിലെല്ലാം ഉയർന്നു വന്നിരിക്കുന്നു. ബൈബിൾ കാലഘട്ടത്തിലെ മോവാബ് ദേശത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ.
1920കളിൽ ട്രാൻസ് ജോർദാൻ എമിറേറ്റ് രൂപീകൃതമാകുന്ന കാലത്ത് ആ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമായിരുന്നു അൽ ഖറാഖ്. അന്ന് 8000 ആളുകളാണ് ഈ നഗരത്തിൽ വസിച്ചിരുന്നത്. ഇന്നാകട്ടെ 89,000 ആളുകൾ ഈ നഗരത്തിലുണ്ട്. കോട്ടയിൽ നിന്ന് കിഴക്ക് വശത്തേക്കുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വടക്കേ ഭാഗത്തെ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്.